വീട്ടിൽ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വെച്ചിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് പീസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പാലോ വെള്ളമോ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബജ്ജി മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ സൈഡിലേക്ക് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാര പാവ് കാച്ചാനായിട്ട് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളവും നമ്മുടെ ഏലക്ക 2 പീസ് ഇതുപോലെ പൊട്ടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര പാവ് കാച്ചി സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ പക്കവട ഇട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് കുറച്ചായി മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സിമ്മിൽ വെച്ചിട്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പഞ്ചസാര പാവ് കാച്ചിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചൂടാറിയതിന് ശേഷം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ബ്രെഡ് മാത്രമായതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷേപ്പ് മാത്രം മാറി വന്നു. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എന്തായാലും ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കരുത്.